എങ്ങോട്ടൊക്കെ ഫ്രെയിം വെക്കണം എന്ന് ഒരു ഐഡിയ ഇല്ല. വ്യാളി പഴയ വാക്കൊക്കെ ഉണ്ട്. ഓക്കെ പോടാ മമ്മയുടെ പറയാമോ. അങ്ങനെ നമ്മളെല്ലാവരും ഡിന്നർ കഴിക്കാൻ റെഡിയായി. ഫസ്റ്റ് ഡിന്നർ കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ പറയാം. ആ അത് കണ്ടു. നമ്മുടെ അവിടെ നോക്കൂ. എന്റെ അമ്മ എന്നാ പൊക്കാലേ. ഞാനേ ടൊറന്റോയുടെ ഈ ഏരിയയിലേക്ക് വരുന്ന ആദ്യമായിട്ടാ. ചിലപ്പോൾ പകൽ വരുമ്പോഴത്തേക്കും നമ്മൾ കാറെ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല കേട്ടോ. ചക്കര ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? ആ നടക്ക് പോട്ടെ. എനിക്ക് മൊത്തത്തിലൊരു ന്യൂയോർക്ക് വൈബ് തോന്നുന്നു. ഇത്രയും കളറും ലൈറ്റും തിരക്കും ഒക്കെ ആയിട്ട്. ഈ സൈഡ് പിടിച്ചു പോരെ. ആ വേണ്ട, ഈ പോണതാണ് ടൊറന്റോയുടെ സൈറ്റ് സീയിങ് ബസ്. ഡബിൾ ഡെക്കർ. ഇത് മൊത്തത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ന്യൂയോർക്കിന്റെ ആ ഒരു ടൈം സ്ക്വയർ പോലത്തെ ഒരു സെറ്റപ്പിൽ ഒരു കിഡിലൻ സ്ക്വയർ. അടിപൊളി. യങ് ആൻഡ് ഡണ്ടാസ്. ഒരു നല്ല പോസിറ്റീവ് വൈബ്. എന്തോ വലിയ സ്ക്രീനുകളല്ലേ. രസമുണ്ട് ഇത്ര വലിയ സ്ക്രീനിൽ കാണാൻ. എങ്ങനെയായിരിക്കും ഇതിന്റെ ടെക്നോളജി? വേണ്ട, പിക്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിടിലം ഫ്രെയിമൊക്കെയാ നോക്കിക്കേ. സൂപ്പർ ഫ്രെയിമുകളാണ്. കറക്റ്റ് ഗോൾഡൻ അവറും കൂടെ ആയതുകൊണ്ട് ആ ട്രാം പോയി തുടങ്ങുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. നോക്കാം. എത്രമാത്രം ആൾക്കാരാ റോഡ് ക്രോസ് ചെയ്ത് പോണേ നോക്കി. എന്നാ രസമല്ലേ. എന്തൊക്കെയാ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നു. ഹൗ ഡു യു ഫീൽ ജെയിൻ ഹിയർ, സ്റ്റാൻഡിങ് ഹിയർ? യു ഫീൽ ഗുഡ്? ഐ ഫീൽ ഗ്രേറ്റ്. വേണ്ട, നമ്മളിപ്പോൾ ഈ കാണുന്ന വലിയൊരു ഏരിയ ഉണ്ടല്ലോ, ഇതിനാണ് യങ് ആൻഡ് ഡണ്ടാസ് എന്ന് പറയുന്നത്. ശരിക്കും യങ് ആൻഡ് ഡണ്ടാസ് എന്ന് പറയുന്നത് ഇത് ഒരു ഇന്റർസെക്ഷൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പേര് സാങ്കോഫ സ്ക്വയർ എന്നാണ്. സാങ്കോഫ സ്ക്വയർ. അപ്പോൾ വരാനുള്ളവരോ ഒന്നെങ്കിൽ യങ് ആൻഡ് ഡണ്ടാസ്ന്നോ അല്ലെ സാങ്കോഫ സ്ക്വയർന്നോ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി. പിന്നെ ഇവിടെ എന്തോ പ്രോഗ്രാമിനുള്ള ഡാൻസ് പ്രാക്ടീസൊക്കെയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നണടാ നമ്മുടെ ഈ മഹാഓണം എന്ന് പറയുന്ന സ്ഥലമെല്ലാം ഇവിടെയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ഇവരെന്താ പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുന്നു. രണ്ട് വലിയ ഇവന്റിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം നേതൻ ഫിലിപ്പ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെയാണ് ടൊറന്റോ എന്ന് പറയുന്ന ഒരു വലിയ ബോർഡും അവിടെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടൊറന്റോ വരുന്നവരിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് നേതൻ ഫിലിപ്പ് സ്ക്വയർ. നല്ല രസമുള്ളൊരു നടപ്പാത. മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ് അല്ലേ. ഇതെന്നാ ബിൽഡിംഗ് ആണോ നീനിത്? ഒപ്റ്റിമൈസ് ഫിനാൻഷ്യൽ കോർപ്പ്. മൊത്തം വരെ കിട്ടുന്നില്ലല്ലേ ബിൽഡിങ്ങിന്റെ.
എന്നാ സെറ്റപ്പ് അല്ലേ ഇത്? ഗോൾഡൻ അവർ ഈസ് ഗോൾഡൻ അവർ. സത്യമായിട്ടും എന്നാ കിടിലനാണ് ഈ എക്സ്പീരിയൻസ്. ഇവിടെ നിക്ക്. എങ്ങോട്ടൊക്കെ ഫ്രെയിം വെക്കണം എന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നോക്കുമ്പോ രണ്ടുപേര് വേണ്ട ആ ബിഗ് ബെന്നിന്റെ അടിയിൽ ചില്ല് ചെയ്യാ. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് എന്നാടി സിറ്റി ഹോളോ? ഓൾഡ് സിറ്റി ഹോൾ. ഓൾഡ് സിറ്റി ഹോൾ. ഒരു വ്യാളി മോളിൽ നോക്കുന്നുണ്ട്. ആ ശരിയാ. ആ ബിഗ് ബെന്നിന്റെ അപ്പുറം 4 സൈഡിലുണ്ട് വ്യാളി. വ്യാളി പഴയ വാക്കാണ് ഡ്രാഗൺ. എങ്ങോട്ട് വെച്ചാലും നല്ല രസമുള്ള ഫ്രെയിമുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറെയൊക്കെ എങ്ങനെ കണ്ടൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. മരത്തിന്റെ അടിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് ലൈറ്റ് കണ്ടോ? എലയുടെ പക്കോ ഇത് കളിയാണ്. കൈ പറിച്ചെടുക്കരുത്. പിന്നെ ഏത് സ്ട്രീറ്റിലേക്ക് നമ്മൾ ഫ്രെയിം വെച്ചാലും വേണ്ട ഇങ്ങനെ ലൈറ്റുകളുടെ ഒരു ഭയങ്കര ഫ്രെയിമാണ് കേട്ടോ. നോക്കിക്കേ. പിന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് എല്ലാം ഇഷ്ടംപോലെ തന്നെ അവരുടെ ഫുഡ് ട്രക്കിൻ്റെ അകത്ത് സാധനങ്ങളുമായിട്ടുണ്ട്. ഐസ്ക്രീമുകൾ, പിന്നെ ടാക്കോസും പരിപാടികളും, ബർഗറൊക്കെ പോലത്തെ സെറ്റപ്പുകൾ. ഇതെല്ലാം കണ്ട് നമ്മൾ വരുന്നത് വേണ്ട ഈ ഒരു സെറ്റപ്പിലേക്ക്. വേണ്ട ഇതാണ് നേതാൻ ഫിലിപ്പ് സ്ക്വയർ. എങ്ങനെയുണ്ട് നീനുസേ? ഇത് കാണണം എന്നല്ലായിരുന്നു നിന്റെ വലിയ ആഗ്രഹം? ഞാൻ പണ്ട് ഇത് കണ്ടിട്ടുണ്ട് എപ്പോഴും. ഞാൻ ഈ ടൊറന്റോയുടെ ഓയ്ക്കകത്തൊക്കെ കയറി പിങ്കിനെ എടുത്തോണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. ആ ശരിയാ, ഞാനും ഓർക്കുന്നുണ്ട്. എങ്ങനെയുണ്ടോ പിങ്കിനെ? This is a perfect place. ഹായ് എന്ന് പറഞ്ഞോടാ പിങ്ക. നല്ലൊരു പോസൊക്കെ താ. ടൊറന്റോയുടെ വട്ടത്തിനുള്ളിലാണ്. ടൊറന്റോയുടെ വട്ടത്തിനുള്ളിലാണ് രണ്ടുപേരും. നെഹ്റു ട്രോഫി വള്ളംകളി കളിക്കുന്ന നീനസ്. വേറൊരാള് പുറകിന്ന് താളം വെക്കുന്നുണ്ട്. കുട്ടനാടൻ കായലിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം തുഴൽ വേണം. ഡിന്നർ കഴിക്കാനുള്ള പോക്കാ. സ്ക്വയറെല്ലാം കാണാൻ വേണ്ടി, നടന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കാർ എടുത്തില്ല. ഇനിയും ഉണ്ടാകേണ്ട 600 മീറ്ററോടെ. കടബൂഷ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഞങ്ങളുടെ ലക്ഷ്യം. TD ബാങ്കിന്റെ ഇത് കണ്ടോ, ഇങ്ങനെ ചിക്കി 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 വെട്ടിയേക്കുന്നു.
പോലീസാറിനോ ആംബുലൻസ് ആയിരുന്നോ? വേണ്ട ഇത് കണ്ടോ, സ്കഡബൂഷ്. ഇതാണ് നമ്മൾ നോക്കി വന്ന റെസ്റ്റോറൻറ്റ്. ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിവിടെ വരാറുള്ളത്. നല്ല ക്വാളിറ്റി ആയിട്ടും അടിപൊളി ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റാണ്. സ്കഡബൂഷിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് മോസറല്ല ചീസ് കേട്ടോ. അപ്പോൾ അത് തന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് ആദ്യം വന്നു കഴിഞ്ഞു. പിങ്കി മോൻ ഇങ്ങനെ കൈ വെച്ചോണ്ട് നിൽക്കുക എടുക്കാൻ വേണ്ടിയിട്ട്. എടുത്തോളാം. ഇതെടുത്ത് ഒരു ടിഷ്യൂ എടുത്ത് ചക്കരയുടെ മടി വെക്കുക. നമുക്കൊരു വരുമോ? ആദ്യം ചക്കര കഴിക്കുന്നത്. നമ്മുടെ മോസറല്ല ചീസും ഇച്ചിരി സൺഡ്രൈഡ് ടൊമാറ്റോയും കൂടെ സെറ്റാക്കി എടുത്തു. ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞതാ. ഞങ്ങൾ സ്കഡബൂഷിൽ എപ്പോൾ വന്നാലും സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഈ സാധനം ഓർഡർ ചെയ്യാറുള്ളത്, മോസറല്ല ചീസ്. നല്ല രുചിയായിരിക്കും. ചേർസ് പറഞ്ഞാലോ. അപ്പോൾ വേണ്ട, ഞങ്ങൾ 2 ഡ്രിങ്ക് ഓർഡർ ചെയ്തായിരുന്നു. ഒരു മൊഹിത്തോയും ഒരു ഇതേതായിരുന്നു മാർഗരീത്തയും. അപ്പം ചേർസ്. സംഭവം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ആൻഡ് നോക്കി എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതോടൊപ്പം ഗോട്ട് ചീസ് ആൻഡ് ബീഫ് സാലഡ്. ഇതാണെങ്കിൽ ഫ്രൈസ്. മീനൂസിൻ്റെ ഇതന്നെ ആയിരുന്നു ചിക്കൻ ആൻഡ് ഷ്രിംപ്. ഓക്കെ, ചിക്കൻ ആൻഡ് ഷ്രിംപ് സ്പഗറ്റി. ഡെസേർട്ടായിട്ട് നമ്മൾ തിരമിസും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ലോ ലൈറ്റിൽ നമ്മുടെ ക്യാമറയുടെ പെർഫോമൻസ് തീരെ പോരാ. അതുകൊണ്ടാണ് ഒത്തിരി വീഡിയോസ് ഒന്നും ഈ സമയത്ത് എടുക്കാത്തത്. So cute. So good. പെർഫെക്റ്റ്. പെർഫെക്റ്റോ. അമ്പരചുണ്ടികൾ. ഞങ്ങൾ ട്രാം എക്സ്പീരിയൻസ് ചെയ്യാൻ കയറിയതാട്ടോ. അങ്ങനെ ട്രാമ കയറുന്ന പേടിയാന്നറിയോ? കാർ കൊണ്ട് ഓടിച്ചോണ്ട് വരുമ്പോ ഇത് വരുമ്പോ എന്റെ അമ്മച്ചിയെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. 2-3 പ്രാവശ്യം തന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രാമ കയറുക എന്നുള്ള പരിപാടി തീർത്തു. അങ്ങനെ ട്രാമ കയറിയേ. ടാറ്റ പറ, ട്രാമിന്റെ ടാറ്റ പറ. വെങ്ക എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല ഇത് ഏത് വശത്തോട്ടാക്കോ. അങ്ങനെ യൂബറിൽ വന്ന് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ ഇറങ്ങി. കയറിയേക്കാം. കേറ്, അവിടെ ഇറങ്ങിക്കോ. പയ്യെ 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 വാ, പയ്യെ ഇറങ്ങ്. ശരിക്കും ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ട്. തല ഇറങ്ങല്ലേ. നമ്മളെ കണ്ടോ?
അപ്പോൾ വേണ്ട ഈ കാണുന്നതാണ് നമ്മുടെ ചെൽസി ഹോട്ടലിൻ്റെ ഫ്രണ്ട്, ശരിക്കുമുള്ള ഫ്രണ്ട്. ഇതിന് പല എൻട്രൻസുകളുണ്ട് കേട്ടോ. എൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മുടെ പിങ്കിമോൻ ഇപ്പോൾ ഡാൻസ് കളിച്ച് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ചത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് അകത്തേക്ക് പോയാൽ 11:30 നമ്മുടെ സ്ലീപ്പ് ടൈംസ് എല്ലാം മൊത്തത്തിൽ തെറ്റിക്കിടക്കുക. നമ്മൾ എല്ലാവരോടും ബൈ പറ. Bye bye. ബാക്കി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. പതിവ് പോലെ നമ്മുടെ ലൈക്കോ കമന്റോ ഒക്കെ ഇട്ടാലേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ കേട്ടോ. അത് പോട്ടെ, നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നൈറ്റ് വ്യൂ കാണിക്കട്ടെ. ശരിയാ. അപ്പൊ ബാൽക്കണിയിൽ നിന്ന് നൈറ്റിലെ വ്യൂവും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് കട്ടിയാ. എന്താ നമ്മുടെ പ്രേക്ഷകരെ അതുകൂടെ കാണിക്കണ്ടേ? പാപ്പ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 26. സൂക്ഷിക്കണേ. വാ, ഓ മൈ ഗോഡ്, ഈശോ മിശിഹായ്. പിങ്ക സൂക്ഷിച്ചൊക്കെ നിക്കണേ. താഴോട്ട് നോക്കണ്ട, എന്റെ പറയാ മാത്രം നോക്കിയാൽ മതി. ശ്രദ്ധ പഠിപ്പിക്കേണ്ട ഒരു ഉണ്ടയാണ്.